അപ്പോൾ സന്തോഷകരമായ മുഹൂർത്തം. പ്രേക്ഷകരെ നിങ്ങളും കൈയടിച്ചാട്ടെ. സന്തോഷകരമായ കാര്യം, ദാ പ്രദീപിന് ഒരു വീട് വരുന്നു, ഒപ്പം ലളിത ചേച്ചിക്ക് ഒരു വീട് വരുന്നു. അധികം താമസിക്കാതെ തന്നെ ഏകദേശം 7 മാസം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും സന്തോഷത്തിലുള്ള ദിവസത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് അറിയിക്കും. എന്ത് തോന്നുന്നു? ഇപ്പം വളരെയേറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിൽ എത്രയോ മേലുള്ള വീട് കിട്ടിയിട്ടുണ്ട്. കാര്യം ആ വീട് ആ ഫണ്ടിനുള്ളിൽ നിർമ്മിച്ച് കിട്ടുക എന്നുള്ളത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താങ്ക് യു ബാലകൃഷ്ണ. സ്നേഹം. നമ്മളെന്താണെന്ന് അറിയാം, ഇപ്പം നമ്മൾ ലോഞ്ച് ജൂലൈ 1-ാം തീയതി റിപ്പോർട്ടർ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തു. ഇപ്പോൾ 8ാമത്തെ മാസം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 വീട്, ഇപ്പോൾ 2ാമത്തെ വീട് കൊടുക്കുകയാണ്. പാല് തിളച്ചു. അതാ പാല് തിളച്ചിരിക്കുന്നു. ആരാ കുറെ വീടോ? ഇല്ലല്ലോ. ഇവിടെ ആർക്കെങ്കിലും? എനിക്ക് വരുന്ന വഴിക്കൊക്കെ ശരിക്കും സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് നാട്ടുകാരെയും അദ്ദേഹത്തെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. പ്രദീപന്റെ ഈ വാർത്ത പുറത്തു വന്ന ആ ദിവസം തന്നെ നമുക്ക് പ്രദീപനൊരു കൂടൊരുങ്ങുന്നു എന്ന വാർത്തയും സംപ്രേഷണം ചെയ്യാൻ സാധിച്ചു. അന്ന് നമ്മൾക്കൊപ്പം ഇപ്പോഴുള്ള ലക്ഷ്യയുടെ MD ആയ ഓർവൽ ലയണലാണ് വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. ആ വാർത്ത കണ്ട് പ്രദീപിന് കൂടൊരുക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ലക്ഷ്യ MD ഓർവൽ ലയണൽ വാഗ്ദാനം ചെയ്തു. അത് നമ്മൾ ഏറ്റെടുത്തു. വളരെയധികം സന്തോഷം. പ്രദീപേട്ടൻ്റെ മനോഹരമായ വീട് രാവിലെ തന്നെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. കാരണം അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ്. ഒരു വീടെന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇന്ന് എനിക്ക് വരുന്ന വഴിക്കൊക്കെ ശരിക്കും സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് നാട്ടുകാരെയും അദ്ദേഹത്തെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മുടെ മാനേജിംഗ് എഡിറ്റർ നമുക്കൊപ്പമുണ്ട്, ആൻറ്റോ ബക്കാസ്റ്റ്യൻ. ആ വാർത്ത സംപ്രേഷണം ചെയ്ത ഘട്ടത്തിൽ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇത് സാധ്യമാവുമെന്ന് കരുതിയിരുന്നില്ല. വളരെ പെട്ടെന്നാണ് നമ്മൾ അഭിജിത്തിന് വീട് ഒരുക്കി കൊടുത്തു. ഇപ്പോൾ പ്രദീപിനും വീട് ഒരുങ്ങുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ ഉദ്ഘാടന ദിവസമാണ് നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പം ഈ ഓർവൽ ലക്ഷ്യം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് ഓർവൽ നമ്മളോട് പറയുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം അധികം താമസിക്കാതെ തന്നെ ഏകദേശം 7 മാസം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും സന്തോഷത്തിലുള്ള ദിവസത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെന്താണെന്ന് അറിയാം, ഇപ്പം നമ്മൾ ലോഞ്ച് ജൂലൈ 1-ാം തീയതി റിപ്പോർട്ടർ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തു. ഇപ്പോൾ 8ാമത്തെ മാസം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 വീട്, ഇപ്പോൾ 2ാമത്തെ വീട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യണം. ആ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ സഹജീവികളോട് ഒന്ന് സഹകരിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവനം ബെറ്റർ ആവും. നമ്മളൊരു കല്യാണ ചടങ്ങിൽ ഈ ചെറുക്കനെ സ്വീകരിക്കുന്നൊരു ചടങ്ങുണ്ട്. അതേപോലെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പുറത്തെ ഫ്രെയിമിൽ പ്രദീപും വൈഫും ആൾക്കാർ താലപ്പൊലിയൊന്നുമില്ല, സ്നേഹമായിട്ടിങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ പ്രദീപ് ഒരു വിളിയുണ്ട്, കയറി വാടാ മക്കളെ എന്ന് വിളിക്കുന്നൊരു ലൈനാണ്. അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലോട്ട് കയറാം. ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ഡേ ആണ്. വളരെ സന്തോഷമാണ് അല്ലേ? സന്തോഷമായില്ലേ? സന്തോഷം, വളരെ വളരെ വളരെയേറെ സന്തോഷമുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം പ്രദീപിന്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രേക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലിയ പ്രതീക്ഷയൊന്നും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല. സാധാരണ ഈ ആൾക്കാർ വന്ന് വാർത്ത എടുത്തു പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, ഇതുപോലെ കുറേ റിപ്പോർട്ടർ പലരെയായിട്ടോ ഞാനായിട്ട് അല്ലാണ്ടെല്ലാം ചെയ്തതാണ്. അപ്പം വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, വീണ്ടും ഇവിടെ പോയിട്ടൊരു മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത് അന്നാണ് സാറെ കാണുന്നത്. സാറാണ് പിന്നെ എല്ലാം ഏറ്റെടുത്തത്. സാറ് ഏറ്റെടുത്ത് പിന്നെ റിപ്പോർട്ടിൽ വന്നു. അന്ന് കഴിഞ്ഞ് അന്നേരം തന്നെ ലക്ഷ്യൻ്റെ MD സാറ് അന്ന് തന്നെ തരാ എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും ഇതില്ല. സാധാരണ എത്രയോ വർഷങ്ങൾ ശ്രമിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അത് തരാ എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷമായോ? വീട് സ്വന്തമായി. എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് അറിയിക്കും. എന്ത് തോന്നുന്നു? ഇപ്പം വളരെയേറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിൽ എത്രയോ മേലുള്ള വീട് കിട്ടിയിട്ടുണ്ട്. ഈ വീട് ഏറ്റെടുക്കാനായിട്ട് ആദ്യം ഞങ്ങൾ പോകുമ്പോൾ ഞാൻ തുറന്നു പറയാം പ്രേക്ഷകരോട്, നമ്മുടെ ആദ്യത്തെ നമ്മുടെ CSR ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി റിപ്പോർട്ടറും ലക്ഷ്യം കൂടി ഒരു ചെറിയ പ്രോജക്റ്റാണ് വെച്ചത്. പക്ഷേ ആ പ്രോജക്റ്റിൽ അന്ന് ആദ്യം വീട് വയ്ക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പിന്നീട് ബാലകൃഷ്ണേട്ടൻ തയ്യാറെടുത്തു. എന്തുകൊണ്ടാണ് ബാലകൃഷ്ണേട്ടൻ അങ്ങനൊരു തയ്യാറെടുപ്പ്? ഈ ഒരു വലിയ തുകയായിരുന്നില്ല ആ ഘട്ടത്തിൽ. അത് നല്ല നമുക്ക് അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഏറ്റെടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CSR ഇനിഷ്യേറ്റീവ് എന്ന് പറയും. ഇത് CSR എന്ന് പറയാൻ പറ്റുന്നില്ല, ഇതൊരു ചാരിറ്റി ഇനിഷ്യേറ്റീവാണ്. കാര്യം നമ്മൾ കൊടുത്ത തുകയ്ക്കൊപ്പം ബാലകൃഷ്ണേട്ടൻ്റെ മനസ്സുമുണ്ട് ഈ വീടിന്. പിന്നെ 5 പൈസ ലാഭം എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് പൈസയും പോയിട്ടുണ്ട്. കാര്യം ആ വീട് ആ ഫണ്ടിനുള്ളിൽ നിർമ്മിച്ച് കിട്ടുക എന്നുള്ളത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താങ്ക് യു ബാലകൃഷ്ണേട്ടാ. സ്നേഹം.
അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് കയറുന്നു. അപ്പോൾ താക്കോൽ വേണ്ടേ? അപ്പോൾ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി റിപ്പോർട്ടറിൻ്റെ MD മാനേജിംഗ് എഡിറ്ററുമായ ആൻഡ്രൂ അഗസ്റ്റിൻ, ഒപ്പം ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൻ്റെ MD ഓർവൽ ലാനൽ, ഒപ്പം ഞങ്ങളുടെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അയിരൂർ എന്നിവർ വരുന്നു. അപ്പോൾ സന്തോഷകരമായ മുഹൂർത്തം. പ്രേക്ഷകരെ നിങ്ങളും കൈയടിച്ചാട്ടെ. സന്തോഷകരമായ കാര്യം, പ്രദീപിന് ഒരു വീട് വരുന്നു, ഒപ്പം ലളിത ചേച്ചിക്ക് ഒരു വീട് വരുന്നു. ഇനി ഒരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് പ്രദീപൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് കാർത്തേനി അമ്മ. നമുക്ക് ആ വിശേഷം ഒന്ന് പങ്കുവയ്ക്കാം. വീട് നമുക്കൊന്ന് കാണാം. ഇത് പ്രദീപേട്ടൻ്റെ അമ്മയാണ്, കാർത്തേനി അമ്മ. സന്തോഷമായോ? സന്തോഷമായി. നേരത്തെ താമസിച്ചത് മുകളിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമായിരുന്നില്ല. പ്രദീപിനൊരു വലിയ മോഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പടി കയറി വരുന്ന പ്രദീപൻ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞത് വീട് കിട്ടുന്നതിനോടൊപ്പം പ്രദീപൻ്റെ അമ്മയെ അല്ലേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം അല്ലേ? അതായിരുന്നില്ലേ ആഗ്രഹം? അതെ, ആഗ്രഹം സാധിച്ചു. ആഗ്രഹം എന്ന് വെച്ചാൽ അതല്ല, ആദ്യം ഇങ്ങനത്തെ ഒരു വീട്ടിൽ കിടക്കണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അസുഖം വന്നിട്ടോ അങ്ങനെ ഒന്നുമല്ല മരിച്ചത്, ഒരു സുപ്രഭാതത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മരിച്ചു. ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തായാലും ഞാൻ വിചാരിച്ച വീട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ എൻ്റെ കൂടെ നിർത്താം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ താക്കോല് നമ്മൾ വെച്ച് തുറക്കുന്നു. നമ്മൾ തുറന്നു വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഉള്ളിലേക്ക് തുറന്ന് കയറാം അല്ലേ? ഓക്കെ, തുറന്ന് കയറിക്കോ. ഇത് കയറാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഈ ഹൈറ്റ് ഓക്കെയാ? എന്നോട് ചോദിച്ചിട്ട് ചെയ്താണ്. എൻ്റെ അകരത്തിനനുസരിച്ചാണ് ഞാനും ചോദിച്ചു. എല്ലാ സ്റ്റെപ്പും എൻ്റെ അകത്തിന് ബാലകൃഷ്ണൻ നിന്നിട്ട് എന്നോട് ചോദിച്ചിട്ടാണ് അങ്ങനത്തെ പല, അത് വാഷിംഗ് ബേസ് ആയാലും എല്ലാം വാഷിംഗ് ബേസും അങ്ങനെയല്ലേ? വളരെ താഴ്ത്തിയാണ് വെച്ചേക്കുന്നത്. അത് ശരി. അപ്പം ശരിക്കും പറയാം കസ്റ്റമൈസ് ചെയ്യാന്ന് പറയില്ലേ? അതായത് എന്താണോ പ്രദീപിൻ്റെ ആവശ്യം അതനുസരിച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറേ ബുദ്ധിമുട്ടി ഒരു കോൺട്രാക്ടറെ തപ്പിയിട്ട്. കാര്യം ഈ തുകയ്ക്ക് ഒരു കോൺട്രാക്ട് വരുന്ന ഘട്ടം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ചധികം പണികളുണ്ടായിരുന്നു. എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? ഞാനൊരു മലയാളി എന്നുള്ള പരിപാടിയിൽ പരിപാടി പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വന്നത്. അപ്പോൾ അങ്ങനെ കുറേ കോൺട്രാക്ടർമാരെ കണ്ടിക്ക് സുനിലൊന്ന് അർജൻറ്റായിട്ട് പോകണം. അങ്ങനെ 5-6 ദിവസം ഇവിടെ വന്ന് ഇവിടെയുള്ള പ്രദേശങ്ങളിലെ ഒരുപാട് കോൺട്രാക്ടർമാർ സമ്മിച്ചു. അങ്ങനെ എപ്പോൾ റേറ്റ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഒക്കുന്നില്ല. അവരൊക്കെ ഒഴിഞ്ഞു മാറി. അവസാനം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ബാലകൃഷ്ണൻ. അയാളെ പണിയെടുക്കുന്ന ഒരാളാണ്. ബാലകൃഷ്ണന്റെ സ്നേഹം കൂടെ ഉണ്ട് വീട്ടിൽ. സിമന്റ് മിഷ്ടിങ്ങ മാത്രമല്ല. പാല് തിളച്ചു. അതാ പാല് തിളച്ചിരിക്കുന്നു. ആരാ കുറവിടുവോ? ഇല്ലല്ലോ. കുറവിടാനറിയോ ഇവിടെ ആർക്കെങ്കിലും? പ്രദീപ് സന്തോഷായി കേട്ടോ. അപ്പൊ പാല് തിളച്ചു തൂവി. ഇനി തിളച്ചു തൂവി നമുക്ക് ചായ കിട്ടൂല. അവിടെ ഓഫാക്കിക്കോ. പഞ്ചായത്ത് പ്രസിഡന്റ്. നമസ്കാരം പ്രസിഡന്റ്. കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അപ്പോൾ ഞങ്ങൾ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പാലിതാ ഇപ്പൊ തിളച്ചു തൂവിയതേ ഉള്ളൂ. ആ നിമിഷം നഷ്ടപ്പെട്ടു. എങ്കിലും നല്ല ചിക്കനും പൊറോട്ടയൊക്കെ ഉണ്ട്. ഹാപ്പിയായി. അപ്പോൾ സന്തോഷം. ഇനി ഞങ്ങളുടെ പൊന്നുപോലെ നോക്കിക്കോണം പ്രദീപിനെ. അങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് പ്രദീപേട്ടനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. ഈ കുടുംബത്തെയും വീടും ഒക്കെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അപ്പോൾ താങ്ക് യു, സന്തോഷം. നമ്മൾ ഈ ചടങ്ങിൽ ചേർന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമാണ് നമുക്കിപ്പോൾ ഉള്ളത്.